വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബ്ലഡ് പ്രഷർ എന്താണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് തവണ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് എഴുതുക, പഠിക്കുക. ബാക്കി പ്രാക്ടീസൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരിൽ കാണുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ ബി പി അപ്പാരറ്റസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അത്ര എന്തായാലും ഒരിക്കലും ആവൂല പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പോർഷന് നമ്മളിന്ന് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് പ്രഷർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരാൾ ജീവൻ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ശരീരത്തിലുള്ള അടയാളങ്ങളെയാണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. So blood pressure is one of the most important vital sign because it aids in diagnosis and treatment, especially for cardiovascular health. Okay, so blood pressure reading are almost always taken at every medical visit, even if it is the only vital sign obtained. നമ്മൾ എപ്പോൾ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, this is one of the most important vital sign because it aids in diagnosis and treatment. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ is the amount of force exerted on the arterial walls while the heart is pumping blood. നമ്മളെ ആർട്ടറിയും വെയിനും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സിര ധമനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. സോ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ is the amount of force exerted on the arterial walls. ആർട്ടറിന്റെ വാൾസിൽ ബ്ലഡ് ഒരു ഇതിന്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ വാളിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്? ഫോഴ്സ് ആണ് നമ്മൾ ബ്ലഡ് പ്രഷർ ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ആർട്ടീരിയൽ വാൾസ് വൈൽ ദ ഹാർട്ട് ഈസ് പമ്പിങ് ദ ബ്ലഡ്. സോ ഒരു ചേംബർ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അതിന്റെ കൂടെ എന്തുണ്ട്? ഒരു വയറുണ്ട്. അപ്പൊ ഈ ചേംബർ നമ്മൾ ഞെക്കുന്ന സമയത്ത് ആ വയറിലൂടെ വെള്ളം പോകുന്ന സമയത്ത് ആ വയറിന്റെ സൈഡിലൊക്കെ ഒരു പ്രഷർ ഉണ്ടാവില്ലേ? അതേപോലെ നമ്മുടെ ഹാർട്ട് ഒരു പമ്പിങ് ഓർഗൻ ആണ്. ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തുണ്ട്? ഒരു പ്രഷർ ആ ആർട്ടീരിയൽ വാളിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? ബ്ലഡ് പ്രഷർ. സ്പെഷ്യലി വെൻ ദ വെൻട്രിക്കിൾസ് കൺട്രാക്ട്. നമ്മൾ പിന്നെ വെൻട്രിക്കിളും ഏട്രിയം ഒക്കെ ഹാർട്ടിനെ കുറിച്ചൊക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. So types. Blood pressure is measured by gauging the force of this pressure through two specific reading. രണ്ടെണ്ണാണ് നമ്മൾ ബ്ലഡ് പ്രഷർ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ട് റീഡിംഗ് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് റീഡിംഗ് ഉണ്ടാവും നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത്. അത് എന്തുകൊണ്ടാണ് രണ്ട് റീഡിംഗ് ഉള്ളത്? ഒന്ന് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള അതിലൂടെ വാളിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും ആർട്ടീരിയൽ വാളിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും, ഒന്ന് അത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രഷറുമാണ്. ഒന്ന് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഒന്ന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. സിസ്റ്റോളി ഡയസ്റ്റോളി എന്ന് പറഞ്ഞിട്ട് രണ്ട്, ഒരു കൺട്രാക്ഷൻ ഫേസും ഒരു റിലാക്സേഷൻ ഫേസും ഉണ്ട്. ഈ സിസ്റ്റോളിക് ഫേസ് ഉള്ളത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും, ഡയസ്റ്റോളിക് ഹാർട്ട് ഡയസ്റ്റോളി ഉണ്ടാവുന്ന സമയത്തുള്ള പ്രഷർ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറുമാണ്. Systolic blood pressure is the highest pressure that occurs as the left ventricle of the heart is contracting. Okay, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക. ഓക്കെ, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഹാർട്ടിലുള്ള ബ്ലഡ് ആർട്ടീരിയൽ വാളിലേക്ക് ആർട്ടറിയിലേക്ക് പോകും. എന്നിട്ട് ആ ആർട്ടറിയിൽ കൂടുതൽ ബ്ലഡ് പോകുന്ന സമയത്ത് കൂടുതൽ പ്രഷർ ഉണ്ടാവും. 120/80 എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നോർമൽ ബ്ലഡ് പ്രഷർ 120/80 ആണ്. കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ, റിലാക്സ് ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. Diastolic blood pressure is the lowest pressure level that occurs when the heart is relaxed and the ventricle is at rest and refilling the blood. വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരുന്ന സമയത്താണ് എന്തുണ്ടാവുക? റിലാക്സ്, ഹാർട്ട് എന്തായിരിക്കും? വെൻട്രിക്കിൾസ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതിലേക്ക് ബ്ലഡ് പോകുന്ന ഫേസ് ആണ് ഡയസ്റ്റോളി. ഡയസ്റ്റോളി സംഭവിക്കുന്ന സമയത്ത് ആർട്ടീരിയൽ പ്രഷർ കുറവായിരിക്കും. അതേസമയം ആ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിട്ട് ആ വെൻട്രിക്കിലുള്ള ബ്ലഡ് മുഴുവനും ആർട്ടറിയിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആർട്ടറിയിൽ ബ്ലഡ് കൂടുതൽ ഉണ്ടാവും. അപ്പൊ എന്താവും? ആർട്ടറിയിലുള്ള പ്രഷറും കൂടും. അതുകൊണ്ടാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാല് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ളതും, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാല് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്തും
ഉള്ളതാണ്. ഒന്ന് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്തും ഒന്ന് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഈ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും, അതാണ് 80 ആണ് നോർമലി ഉണ്ടാവുക. മറ്റേത് ഏകദേശം 120/80 എന്നാണ് പിന്നെ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നാണ് ബ്ലഡ് പ്രഷറിന്റെ നോർമൽ വാല്യൂ. വിൽ ഗോ ടു ദാറ്റ്. ഓക്കെ, ഇതിപ്പോ എന്താണെന്ന് മനസ്സിലായല്ലോ. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്താണ്, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്താണ്, ബ്ലഡ് പ്രഷർ എന്താണ് എന്നതിൽ ക്ലിയർ അല്ലേ? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാല് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് ആർട്ടീരിയൽ വാളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ, അതിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും. ഹാർട്ട് ഒരു പമ്പിങ് ഓർഗൻ ആണ്. അപ്പോൾ ഹാർട്ടിലെ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ വെൻട്രിക്കിലുള്ള ബ്ലഡ് ഒക്കെ ആർട്ടറിയിലേക്ക് പോകും, ആർട്ടറീസിലേക്ക് പോകും. അപ്പൊ ആർട്ടറീസിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ബ്ലഡ് പോകുന്ന സമയത്ത് ആർട്ടറിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. അതിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പിന്നെ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൻട്രിക്കിൾ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പോൾ വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും. അപ്പോൾ ആർട്ടറിയിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ ആ സമയത്തുള്ള ബ്ലഡ് പ്രഷറാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ക്ലിയർ അല്ലേ? റെസ്പോണ്ട് പ്ലീസ്. ക്ലിയർ അല്ലേ നാസിർ? ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് പോവാട്ടോ. സോ ബ്ലഡ് പ്രഷറിന്റെ നോർമൽ വാല്യൂ നമ്മൾ പറയുന്നത്, അതിന്റെ യൂണിറ്റ് പറയുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. mmHg എന്ന് നിങ്ങൾ എഴുതിയിട്ട് കണ്ടിട്ടുണ്ടാവും. ബ്ലഡ് പ്രഷർ റീഡ്സ് ഇൻ millimeters of mercury. Blood pressure is recorded using just systolic reading over the diastolic. അതായത് സിസ്റ്റോളിക് ആണ് ആദ്യം പറയാ, 120/80 എന്നാണ് പറയുന്നത്. ഡയസ്റ്റോളിക് കുറഞ്ഞത് താഴെയാണ്. അപ്പൊ ആ രീതി തന്നെ നമ്മൾ എഴുതണം. അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ അനാട്ടമിക്കൽ പൊസിഷനും അനാട്ടമിക്കൽ ടേംസും ഒക്കെ പറയുന്നില്ലേ, അതേപോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ത്, നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആദ്യം പറയും, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പിന്നെ പറയും. മറ്റേ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. സോ 120/80 വുഡ് ഇൻഡിക്കേറ്റ് ദ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഓഫ് 120 millimeters of mercury and diastolic reading of 80 millimeters of mercury. ഒരിക്കലും ആദ്യം 80/120 എന്ന് പറഞ്ഞാൽ എന്തായി, അത് തെറ്റി അല്ലേ, അങ്ങനെയല്ലേ? യെസ്. സോ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, is the difference between the systolic and diastolic reading. ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, പൾസ് പ്രഷർ എന്ന് പറയുന്നത്. ഇഫ് ദ ബ്ലഡ് പ്രഷർ ഈസ് 120/80, ദ പൾസ് പ്രഷർ ഈസ് 40. ഓക്കെ, ഇത് നമ്മൾ പിന്നെ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് അളക്കല്ല. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് സിസ്റ്റോളിക്കിൽ നിന്ന് ഡയസ്റ്റോളിക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രഷറിനെയാണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. പൾസ് പ്രഷർ that is greater than 40 is considered widened, and one that is less than 30 millimeters is considered to be narrowed. പൾസ് പ്രഷറും widened 40ക്ക് മുകളിലാണെങ്കിൽ അതിനെ widened പൾസ് പ്രഷർ എന്നും, താഴെയാണെങ്കിൽ 30ൽ താഴെയാണെങ്കിൽ അതിനെ നാരോഡ് എന്നും പറയും. widened pulse pressure may be an indicator for cardiovascular disease and anemia. അനീമിയ ഉണ്ടാവുന്ന ആൾക്കാരിൽ വൈഡൻ ഈ 2 പൾസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് പ്രഷറിന്റെയും സിസ്റ്റോളിക് പ്രഷറിന്റെയും ഡയസ്റ്റോളിക് പ്രഷറിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ പൾസ് പ്രഷർ നോക്കുന്നതിന്റെ ഒരു അർത്ഥം. മനസ്സിലായോ? സോ നമ്മളിപ്പോ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പറഞ്ഞു, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പറഞ്ഞു. അത് രണ്ടും നമുക്ക് ഒരാളിൽ നിന്നും മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അത് ആ മെഷർമെന്റിൽ നിന്നും നമ്മൾ കണക്ക് കൂട്ടി എടുക്കുന്നതാണ് എന്ത്, പൾസ് പ്രഷർ. ഈ പൾസ് പ്രഷറിന്റെ ഇമ്പോർട്ടൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരെ ഈ പൾസ് പ്രഷർ 40ൽ കൂടുതലായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? So normal systolic blood pressure less than 120 and diastolic blood pressure 80 less than 80 ആണ്. പ്രീ ഹൈപ്പർടെൻഷൻ ആണെങ്കിൽ 120 to 139 സിസ്റ്റോളിക് ഹൈപ്പർടെൻഷനും 80 to 89 ഡയസ്റ്റോളിക് ഹൈപ്പർടെൻഷനുമാണ്, ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ദെൻ ഹൈപ്പർടെൻഷനിൽ 140 to 179 millimeters of mercury,
ഡയസ്റ്റോളിക്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 90 to 109 എന്ന വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിനെ ഡയസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്നും പറയും. ദെൻ ഹൈപ്പർ ടെൻസീവ് എമർജൻസി ഓർ ക്രൈസിസ് ഉണ്ടാവുന്നത് ഹയർ ദാൻ 180 millimeters ഓഫ് മെർക്കുറി. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഹയർ ദാൻ 110 millimeters ഓഫ് മെർക്കുറി ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ആവുന്ന സമയത്താണ് എന്തുണ്ടാവുക, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് പോവുക. പിന്നെ പ്രായത്തിനനുസരിച്ചും പല കാരണങ്ങളാൽ ബ്ലഡ് പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബ്ലഡ് പ്രഷർ? മെനി ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് മേ എഫക്ട് ദ ബ്ലഡ് പ്രഷർ. ഓക്കെ, കുറേ കാര്യങ്ങൾ എഫക്ട് ചെയ്യും. വോളിയം ഓർ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇൻ ദ ആർട്ടറീസ്, ആർട്ടറീസിലുള്ള ബ്ലഡിന്റെ അളവ്, പെരിഫറൽ റെസിസ്റ്റൻസ് ഓഫ് വെസൽസ്, കണ്ടീഷൻ ഓഫ് ദ ഹാർട്ട് മസിൽസ്, ഹാർട്ട് മസിൽ വീക്ക് ആണോ സ്ട്രോങ് ആണോ, പിന്നെ സ്പോർട്സ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു സെഡന്ററി ലൈഫ് സ്റ്റൈൽ നടത്തുന്ന ആളാണോ, അങ്ങനെയുള്ളതൊക്കെ. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് വെസൽസ്, വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ടുണ്ടോ, ഈ സ്മോക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്, ബ്ലഡ് പ്രഷർ. Then other general factors like gender and age. Women generally have a lower blood pressure than men, and blood pressure is lowest at birth and tend to increase as pupil age. So ഒരു 60 അല്ലെങ്കിൽ ഒരു 70 ഏജിലുള്ള ആൾക്കാർക്ക് 120/80 തന്നെ ആവണമെന്നില്ല എന്ത്, നോർമൽ. അവരുടെ ഏജിനനുസരിച്ച് കുറച്ചൊക്കെ ഒരു 130 90 ഒക്കെ ആയിക്കഴിഞ്ഞാണെങ്കിലും അത് ഏജിനനുസരിച്ച് ഓക്കെ ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ജെൻഡർ ആൻഡ് ഏജ്. വുമൻസിൽ കുറവായിരിക്കും, ആണുങ്ങളിൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പിന്നെ ചെറിയ കുട്ടികളിൽ കുറവായിരിക്കും, ഈ 120/80 അല്ല, അതിലും കുറവായിരിക്കും. പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് കൂടും. ദ ടൈം ഓഫ് ദ ഡേ ക്യാൻ ഓൾസോ കോസ് ബ്ലഡ് പ്രഷർ വേരിയേഷൻസ്. രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ബ്ലഡ് പ്രഷർ കുറവാണെങ്കിൽ പിന്നെ രാത്രി അല്ല നമ്മളൊരു സ്ട്രെന്നസ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ നോക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ രാവിലെ നോക്കുന്നതിനേക്കാളും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, സോ then activities such as standing, sitting or lying down can affect the blood pressure. നമ്മൾ പിന്നെ നിന്നിട്ട് ബ്ലഡ് പ്രഷർ നോക്കിയാലും ഇരുന്നിട്ട് നോക്കിയാലും കിടന്നിട്ട് നോക്കിയാലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, then blood pressure reading in the right arm is usually 3 to 4 millimeter higher than the left arm. റൈറ്റ് ഹാമിൽ നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി കിട്ടുക, മെഷർ ചെയ്താൽ കിട്ടുക. പക്ഷെ ലെഫ്റ്റ് ആമിൽ ഇത് റൈറ്റ് ആമിനെ കമ്പയർ ചെയ്തിട്ട് കുറവായിരിക്കും. സോ ഇറ്റ്സ് ഓഫൺ റിക്വയർഡ് ഡോക്യുമെന്റ് വിച്ച് ആം വാസ് യൂസ്ഡ് ഫോർ ബ്ലഡ് പ്രഷർ റീഡിംഗ്. ദെൻ എങ്ങനെയാണ് ഇത് നോക്കുക ബ്ലഡ് പ്രഷർ? ഓക്കെ, സോ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇൻവേസീവ് ആണ്, അതായത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം. അത് സർജറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ബ്ലഡ് പ്രഷർ ആണ്. സോ അത് പിന്നെ നോൺ ഇൻവേസീവ് മെത്തേഡാണ്. അതിൽ നോൺ ഇൻവേസീവ് മെത്തേഡ് തന്നെ ഓസ്കൽറ്റേറ്ററി ഉണ്ട്, പാൽപേറ്ററി ഉണ്ട്. അങ്ങനെ 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ എവിടേക്കാണ് ബ്ലഡ് പ്രഷർ നോക്കാന്ന്? റേഡിയൽ ആർട്ടറിയിൽ. റേഡിയൽ ആർട്ടറി എവിടെയാണുള്ളത്? ഈ റേഡിയൽ നെർവ് ഒക്കെ ഇല്ലേ, റേഡിയസിന്റെ ആ ഭാഗത്താണ് റേഡിയൽ ആർട്ടറി. ഡോസൽ പീഡൽ ആർട്ടറി നമ്മൾ ആംഗിൾ ഏരിയയിൽ ഉള്ളതാണ്. ദെൻ അപ്പർ ആമില് അല്ലെ, പൊസിഷൻ ലിംബ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഹാർട്ട്, ബ്രേക്കിയൽ ആർട്ടറിയിൽ നോക്കും. പിന്നെ പൊപ്ലീറ്റൽ ആർട്ടറിയിൽ, കൈമുട്ടില്, കാൽമുട്ടില്, കാൽപാദത്തില്, റിസ്റ്റില്. കാൽപാദത്തിന്റെ ജസ്റ്റ് എബോ, റിസ്റ്റിന്റെ ജസ്റ്റ് എബോ റേഡിയൽ ആർട്ടറിയും പൊപ്ലീറ്റൽ ആർട്ടറി, ഡോസൽ പീഡൽ ആർട്ടറിയും പൊപ്ലീറ്റൽ ആർട്ടറിയും ബ്രേക്കിയൽ ആർട്ടറിയും. ഈ 4 സൈറ്റിലാണ് സാധാരണയായിട്ട് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ബ്രേക്കിയൽ ആർട്ടറിയിൽ മാത്രമേ ബ്ലഡ് പ്രഷർ എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ? ബ്രേക്കിയൽ ആർട്ടറിയിൽ എന്തെങ്കിലും 2 കൈക്കും ഫ്രാക്ചർ ആണെങ്കിൽ നമുക്ക് ബ്രേക്കിയൽ ആർട്ടറിയിൽ എടുക്കാൻ വേണ്ടി പറ്റുമോ?
ഇല്ല. അപ്പൊ കൈക്ക് ഫ്രാക്ചർ ആവുന്ന സമയത്ത് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കാലിലേക്ക് പോകണം. അങ്ങനെ ഓരോ കണ്ടീഷനും പേഷ്യന്റിന്റെ ജനറൽ അവസ്ഥ അനുസരിച്ച് നമ്മൾ സൈറ്റ് തെരഞ്ഞെടുക്കും. പക്ഷെ കോമൺലി നമ്മൾ ചെയ്യുന്ന എവിടെയാണ്? ബ്രേക്കിയൽ ആർട്ടറിയിലാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഓൺലി ടേക്ക് ദ ബ്ലഡ് പ്രഷർ ത്രൂ ദി റേഡിയൽ ആർട്ടറി, സോറി ബ്രേക്കിയൽ ആർട്ടറി. സോ റേഡിയൽ ആർട്ടറിയിൽ നിന്നും എടുക്കും, ഡോസൽ പീഡൽ ആർട്ടറിയിൽ നിന്നും എടുക്കും, ബ്രേക്കിയൽ ആർട്ടറിയിൽ നിന്നും പോപ്ലിറ്റിൽ ആർട്ടറിയിൽ നിന്നും ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? 2 pieces of equipments are necessary for measuring blood pressure. ഒരു സ്വിഗ്മോ മാനോമീറ്ററും ഒരു സ്റ്റെതസ്കോപ്പും. രണ്ടും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വിഗ്മോ മാനോമീറ്ററും സ്റ്റെതസ്കോപ്പും ഒക്കെ കണ്ടിട്ടില്ലേ? Yes. Sigmo manometer is the instrument used for measuring the pressure that the blood exerts against the walls of the artery. Sigmo manometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നല്ലോണം പഠിച്ചേക്കണം കേട്ടോ. Then stethoscope. Stethoscope is a diagnostic instrument that amplifies the sound. സൗണ്ട്, നമ്മൾ കേൾക്കുന്ന സൗണ്ടിനെ കൂടുതലാക്കിയിട്ട് ഇത് റിസീവ് ചെയ്യുന്ന സൗണ്ട് നല്ല ശബ്ദം കൂട്ടിയിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കേൾപ്പിച്ച് ചെയ്യുന്നതിന് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് സ്റ്റെതസ്കോപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്ലഡ് പ്രഷർ ആസ് വെൽ ആസ് ദ ഹാർട്ട് ആൻഡ് അതർ ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് സ്റ്റൊമക്. അറിയാലോ, സ്റ്റെതസ്കോപ്പ് ഒക്കെ കണ്ടിട്ടില്ലേ? സ്റ്റെതസ്കോപ്പിന് ഒരു ഇയർ പീസ് ഉണ്ട്, പിന്നെ ട്യൂബ് ഉണ്ട്, ബെല്ലുണ്ട്, ഓക്കെ, ഒരു ഡയഫ്രം ഉണ്ട്. ഇതൊക്കെ ആണ് അസസ്മെന്റ് ഓഫ്. ദെൻ സ്വിഗ്മോ മാനോമീറ്റർ. സ്വിഗ്മോ മാനോമീറ്റർ എന്താണ്? ദ കമ്പോണന്റ് ഓഫ് സ്വിഗ്മോ മാനോമീറ്റർ ആർ, സ്വിഗ്മോ മാനോമീറ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ? പല ടൈപ്പും ഉണ്ട്. ഓക്കെ, ഇതിലൊരു മാനോമീറ്റർ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ റബ്ബർ ബ്ലാഡർ ഉണ്ട്, കഫും ഉണ്ട്, ബൾബും ഉണ്ട്. ഓക്കെ, ഒരു മാനോമീറ്റർ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ റബ്ബർ ബ്ലാഡർ ഉണ്ട്, കഫ് ഉണ്ട്, പിന്നെ ഒരു ബൾബും ഉണ്ട്. ഓക്കെ, സോറി, മാനോമീറ്റർ, ഇൻഫ്ലേറ്റബിൾ റബ്ബർ ബ്ലാഡർ, കഫ് ആൻഡ് ബൾബ്. ഓക്കെ, മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്കെയിൽ ദാറ്റ് രജിസ്റ്റേഴ്സ് ദ ആക്ച്വൽ പ്രഷർ റീഡിംഗ്. ഓക്കെ, മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്കെയിൽ ദാറ്റ് രജിസ്റ്റേഴ്സ് ദി ആക്ച്വൽ പ്രഷർ റീഡിംഗ്. നമ്മൾ ഇതിന്റെ മുകളിൽ കണ്ടിട്ടില്ലേ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം? അതിനെയാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ് പ്രഷർ കഫ്. ബ്ലഡ് പ്രഷർ കഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയിന്റെ മുകളിൽ കിട്ടുന്ന ആ സാധനം. പ്രഷർ ബൾബ് ഹാസ് എ തമ്പ് സ്ക്രൂ. ഈ കൈയിന്റെ മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കുന്ന സാധനം കണ്ടില്ലേ? അതിനെയാണ് പ്രഷർ ബൾബ് എന്ന് പറയുന്നത്. അറ്റാച്ച് ടു ദ കൺട്രോൾ വാൽവ്. അതിങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിൽ ഒരു വാൽവ് ഉണ്ട്. ഈ പ്രഷർ ബൾബ് ഞെക്കുന്നതും അതിന്റെ ആ വാൽവ് കൺട്രോൾ ചെയ്യുന്നതും ഒരു സ്കില്ലാണ്. അത് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇത് ഒരു ടൈപ്പ് ഓഫ് സ്വിഗ്മോ മാനോമീറ്റർ ആണ്. ഒരു പമ്പ് ഉണ്ട് വിച്ച് ഇൻഫ്ലേറ്റ്സ് ദ കഫ് ടു സ്റ്റോപ്പ് ദ ബ്ലഡ് ഫ്ലോ ഇൻ യുവർ ആർട്ടറി ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. അതിന്റെ ഒരു വാൽവ് ഉണ്ട്, കണ്ടോ? വാൽവ് കണ്ടോ? ഈ പമ്പിന്റെ തൊട്ട് താഴെ അതിന്റെ മുകളിൽ തന്നെയായിട്ടാണ് ഉണ്ടാവുക. ദെൻ ഒരു ഡയൽ ഉണ്ട്, നമ്പർ ചെയ്ത് വെച്ച്, ദെൻ മാനോമീറ്റർ, പിന്നെ ഒരു കഫും. ഓക്കെ, യൂസിങ് ദ കറക്റ്റ് സൈസ് blood pressure cuff is critical and you ensure a more accurate blood pressure reading. ഡിഫറെന്റ് സൈസിലുള്ള കപ്സ് ഉണ്ട് അല്ലേ? അത് പിന്നെ ഒരു ചെറിയ കുട്ടിക്ക് ഒരു വലിയ ആളുടെ കഫ് ഇട്ട് വെച്ച് കെട്ടിക്കാണെങ്കിൽ എന്താവും? മര്യാദക്ക് നമുക്ക് കെട്ടാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് മര്യാദക്ക് ആ പ്രഷറിന്റെ റീഡിങ് കിട്ടൂല. അതേപോലെ തന്നെ നല്ല തടിയുള്ള ആളുകൾക്ക് ഒരു മീഡിയം സൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഈ കഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ഇത് ശരിക്ക് ഉള്ള ബ്ലഡ് പ്രഷർ കിട്ടൂല, അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോ ഈ മീഡിയം സൈസിലുള്ള കഫാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ ഒരു നല്ല ഒബീസ് പേഷ്യൻസിന് യൂസ് ചെയ്താൽ അവരുടെ കൈയിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് റോങ് റീഡിംഗ് ആണ് കിട്ടുക. ഓക്കെ, ദെൻ സ്വിഗ്മോ മാനോമീറ്റർ 3 ടൈപ്പ് ഉണ്ട്: മെർക്കുറി, അനറോയിഡ് ആൻഡ് ഇലക്ട്രോണിക്. കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്താണ്? മെർക്കൂറിയൽ ടൈപ്പ് ആണ്. സാധാരണ ഡോക്ടേഴ്സിന് അടുത്തൊക്കെ ഉണ്ടാവുന്ന ആ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ബോക്സ് ഇല്ലേ, ഒരു മെറ്റാലിക് കളറിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നേ, അതാണ്. ഓക്കെ, മെർക്കുറി സ്വിഗ്മോ മാനോമീറ്റർ. ഇത് ഏകദേശം ഇങ്ങനെ ഉള്ള ലോങ് ആയിട്ടാണ് അതിന്റെ എന്തുണ്ടാവുക? മാനോമീറ്റർ ഒക്കെ ഉണ്ടാവുക. ദ മെർക്കുറി സ്വിഗ്മോ മാനോമീറ്റർ
not as widely used. They contain a column of mercury that rises as the pressure bulb is. നമ്മളെ നാട്ടില് ഈ മെർക്കുറി സിഗ്മോ മാനോമീറ്റർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then aneroid sigmometer, sigmomanometer. The aneroid sigmomanometer has a round dial that contains a scale and calibrated in millimeters. ഇത് നമ്മുടെ അടുത്ത് അനറോയിഡും സ്കൂളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പിന്നെ സ്കൂളിൽ നിന്ന് അടഞ്ഞിട്ടാണുള്ളത്. ഞാനും റുസ്ലാബി മിസ്സും പോയിട്ട് തിരിച്ച് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് വ്യൂവർ ഹെൽപ്ലെസ്. ഇനി വേറെ ഒരു ദിവസം നമുക്ക് കാണാം. So a needle is attached to the cable to register the reading, and the needle must be at 0 before starting the procedure. Okay, ഇതാണ് അനറോയിഡ് സിഗ്മോമാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ കാണാറുണ്ട് ഇത്. അടുത്തതാണ് എന്ത്? ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് സിഗ്മോമാനോമീറ്റർ. ഇത് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്. ഇതാണ് ഡിജിറ്റൽ സിഗ്മോമാനോമീറ്റർ. കാണുന്നുണ്ടോ? ഇതാണ് ഡിജിറ്റൽ സിഗ്മോമാനോമീറ്റർ. ഇതിനും എന്തുണ്ട്? ഒരു കഫും ട്യൂബും ഒരു പിന്നെ മാനോമീറ്ററും ഉണ്ട്. ഡിജിറ്റൽ റീഡ് ഔട്ട് ഓൺ എ ലൈറ്റഡ് ഡിസ്പ്ലേ. ഇത് ഇതിൽ ഡിജിറ്റൽ ആയിട്ട് വരും. നമ്മൾ വെറുതെ നമുക്ക് ഇതിൽ എന്താ ഇല്ല, പമ്പും ഒന്നും ഇല്ല. ഇത് ഡിജിറ്റൽ ആയിട്ട് തന്നെ വരും. നമ്മൾ ഓൺ ബട്ടൺ സ്റ്റാർട്ട് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും. It is easy to use and doesn't require a stethoscope. സിഗ്മോമാനോമീറ്റർ വേണം. എന്തൊക്കെ വേണ്ടേ? ബ്ലഡ് പ്രഷർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെതസ്കോപ്പ് വേണം. പിന്നെ ആ പേപ്പർ, പെന്ന്, അത് എഴുതാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്തിനു വേണം? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളെ കൈയൊക്കെ നല്ലോണം കഴുകണം. ഹാൻഡ് ഹൈജീൻ, ഒന്നുകിൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളെ സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് മെഷീൻസ് ഒക്കെ അസംബിൾ ദ എക്യുപ്മെന്റ്. then try to ensure that the patient is relaxed before obtaining the blood pressure. പേഷ്യന്റ് നല്ലോണം റിലാക്സ്ഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പേഷ്യന്റ് റിലാക്സ്ഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? പേഷ്യന്റ് ടെൻഷൻ ആണെങ്കിൽ റീഡിങ് ഡിഫറെന്റ് ആയിരിക്കും. So then greet and explain the procedure. നമ്മൾ പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യുക, ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഒക്കെ പറയാം, എന്തൊക്കെയാ വർത്താനം എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സംസാരിക്കുന്ന സമയത്ത്, ഒരു റാപ്പോ കീപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? പേഷ്യന്റ് ഒന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള പേഷ്യന്റിനോട് പറയാം. ഞാൻ പ്രഷർ നോക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറയാം. ഓക്കെ, ആസ് ദ പേഷ്യന്റ് ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ മുന്നേ ഉണ്ടായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക. Then assist the patient into a comfortable position. BP may be taken with the patient in sitting or supine position. കിടന്നിട്ടായാലും ഇരുന്നിട്ടായാലും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ പൊസിഷൻ ചെയ്യാം. ആൻഡ് പേഷ്യന്റ് ആം ഷുഡ് ബി അറ്റ് ദ ഹാർട്ട് ലെവൽ. ഈ പൊസിഷനിങ്ങിൽ വരുന്നതാണ് പേഷ്യന്റിന്റെ ആം ഹാർട്ട് ലെവലിലായിരിക്കണം. ഇഫ് ദ പേഷ്യന്റ് ആം ഇസ് ബിലോ ദ ഹാർട്ട് ലെവൽ, BP റീഡിംഗ് മേ ബി ഹയർ ദാൻ ദ നോർമൽ. അതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. Patient should be reminded not to cross the legs or talk during the procedure. നമ്മൾ BP നോക്കുന്ന സമയത്ത് കാലിന്റെ മുകളിൽ കയറ്റി വെക്കരുത് എന്ന് പറയണം. പിന്നെ അതേപോലെ എന്ത് ചെയ്യണം? അപ്പൊ എന്തായിരിക്കും? വാല്യൂന് ഡിഫറൻസ് വരും, BPക്ക് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സംസാരിക്കരുത് എന്നും പറയണം. ഓക്കെ, അതൊക്കെ ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയുന്നത്. ഓക്കെ, uncover the patient's arm 5 inches above the elbow. If the sleeve becomes constricting when rolled back, ask the patient to slip the arm out of the sleeve. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ല. കൈയിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ മുകളിൽ വെച്ചിട്ടാണ് കെട്ടുക. പക്ഷെ ഐഡിയൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് ബോഡിയിൽ തന്നെ കെട്ടണം. നെവർ ടേക്ക് BP through the clothing എന്നാണ് പറയുന്നത്. Sleeves that are too tight when rolled up will produce an inaccurate result. അപ്പോൾ പൊസിഷനിങ്ങിൽ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, then locate the brachial artery within the antecubital space. Antecubital space എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ ഫ്രണ്ടില് കൈയിന്റെ ഇവിടെ ആണ്. അതേസമയം കാലിന്റെ ബാക്കിലുള്ള, അതേപോലെ കാൽമുട്ടിന്റെ ബാക്കിലുള്ള സ്പേസ് ആണ് എന്ത്? പോപ്ലിക്കൽ സ്പേസ്.
Locate the brachial artery by palpating with fingertips. If pulse is stronger in one arm than the other, use the arm with stronger brachial artery pulse. Have the patient straighten the arm with the palm up. കൈ ഇങ്ങനെ എന്താ പറയാ സുപ്പൈൻ പൊസിഷനിൽ ആയിരിക്കണം. പാം അപ്പ് പറഞ്ഞാൽ സുപ്പൈൻ അല്ലേ, പാം ഡൗൺ ആണെങ്കിലാണ് എന്ത് പ്രൊണേഷൻ, സുപ്പൈൻ പൊസിഷനിൽ ആയിരിക്കണം. അങ്ങനെ വേണം ഇരുത്താൻ പേഷ്യന്റിനെ. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കഫ് ബ്രേക്കിയൽ ആർട്ടറിയിൽ 1 to 2 ഈ ആന്റി ക്യൂബിറ്റൽ ഫോസന്റെ അതായത് എൽബോ ജോയിന്റിന്റെ കുറച്ച് മുകളിലായിട്ട് 1 to 2 inches എബോ ദ ആന്റി ക്യൂബിറ്റൽ സ്പേസിൽ വേണം എന്ത് ചെയ്യാൻ, ആ കഫ് കെട്ടാൻ. സി, ഹോൾഡ് ദ എഡ്ജ് ഓഫ് ദ കഫ് ഇൻ പ്ലേസ് ആസ് യു റാപ്പ് ദ റിമൈൻഡർ ഓഫ് ദ കഫ് ടൈറ്റ്ലി അറൌണ്ട് ദ ആം. അത് കെട്ടല്, പൊസിഷനിൽ കെട്ടല്, അത് കെട്ടാൻ പഠിക്കല് ഒക്കെ നമ്മളുടെ ഓരോ പ്രാക്ടിക്കൽ അവറിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സംഭവങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അത് മര്യാദക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒരു 5-8 പ്രാവശ്യം കെട്ടി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് അത് കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ. മാനോമീറ്റർ ഷുഡ് ബി അറ്റ് ദ ഐ ലെവൽ ഫോർ എ മോർ ആക്യുറേറ്റ് റീഡിംഗ്. And with the fingertips of your non-dominant hand, palpate the pulse in the radial artery. Radial artery എവിടെയാണ്? ഇവിടെ അല്ലേ നമ്മളെ കാണുന്നുണ്ടോ? ഇവിടെയാണ്. ഇവിടെയാണ് റേഡിയൽ. നിങ്ങൾ കാണുന്നുണ്ടോ? റേഡിയൽ ആർട്ടറി ഇവിടെയാണ്. റേഡിയസിന്റെ മോൾ റിസ്റ്റിന്റെ എബോ ആയിട്ടാണ് ഉണ്ടാവുക. Then with the dominant hand, tighten the thumb screw on the hand bulb. ഹാൻഡ് ബൾബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് ആ കയ്യിൽ നമ്മൾ പിടിച്ച് ഞെക്കുന്ന ഒരു സാധനം ഇല്ലേ, അതിനാണ് ബൾബ് എന്ന് പറയുന്നത്. പ്രഷർ പമ്പ് അല്ലെങ്കിൽ ഹാൻഡ് ബൾബ് എന്നൊക്കെ പറയുന്നത്. ടൈറ്റൻ ദ സ്ക്രൂ ഓൺ ദ ഹാൻഡ് ബൾബ് ആൻഡ് പമ്പ് എയർ ഇൻ ടു ദ കഫ് ക്വിക്ലി ആൻഡ് ഈവൻലി. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 20-30 millimeters ഓഫ് മെർക്കുറി റേഡിയൽ പൾസ് കിട്ടുന്നതിന്റെക്കാളും കുറച്ചും കൂടെ മുകളിലേക്ക് ആക്കണം. പമ്പ് 20 to 30 millimeters above the point at which the radial pulse is no longer palpable. ഇത് കിട്ടാതെ ആയി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ റേഡിയൽ പൾസ് പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടാതെ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 20-30 millimeters ഓഫ് മെർക്കുറി കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ബൾബ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പമ്പ് പ്രസ് ചെയ്തിട്ട് പ്രഷർ അവിടെ ആക്കണം. മേക്ക് നോട്ട് ഓഫ് ദിസ് പോയിന്റ്. റാപ്പിഡ്ലി ഡിഫ്ലേറ്റ് ദ കഫ്. പതുക്കെ എന്ത് ചെയ്യുക, കഫ് പിന്നെ കുറച്ചുകൊണ്ട് വരിക, അതിലുള്ള പ്രഷർ കുറച്ചുകൊണ്ട് വരിക. That place the earpieces in your ears and the diaphragm of the stethoscope over the area of the pulsating brachial artery. Brachial artery ന്റെ മുകളിൽ എന്ത് വെക്കണം, നമ്മളെ സ്റ്റെതസ്കോപ്പിന്റെ ഇത് ഇയർ പീസ് ഇയറിലും വെക്കുക. പിന്നെ ബെല്ല് ഡയഫ്രം ആ സാധനം റൗണ്ട് ആയിട്ടുള്ള അത് ബ്രേക്കിയൽ ആർട്ടറിയിലും വെക്കുക. ക്ലോസ് ദ തം സ്ക്രൂ ആൻഡ് പമ്പ് ദ കഫ് ടു ദ പോയിന്റ് വേർ ദ റേഡിയൽ ആർട്ടറി പൾസ് ഇസ് നോ ലോങ്ങർ പാൽപ്പബിൾ. കേൾക്കാത്ത റേഡിയൽ ആർട്ടറിന്റെ പൾസ് കേൾക്കാത്ത അത്ര വരെ എന്ത് ചെയ്യുക, ആ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. സ്ലോലി ടേൺ ദ തം സ്ക്രൂ അലൗവിംഗ് ദ പ്രഷർ reading to slowly or evenly fall 2 to 3 millimeters of mercury at a time. പതുക്കെ അതിങ്ങനെ റിലീസ് ചെയ്യുക. അപ്പൊ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ലിസൺ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫസ്റ്റ് ക്ലിയർ ബംപ് സൗണ്ട് ഈസ് ഹിയർഡ്. ഒരു ഡപ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റത്തെ സൗണ്ട് കേൾക്കണവരെ എന്ത് ചെയ്യുക, അത് താഴ്ത്തിക്കൊണ്ടുവരിക. എന്നിട്ട് ആ സൗണ്ട് കേട്ടത് എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. Then slowly continue to allow the cuff to deflate. The sound will change from loud to murmur and then fade away. അതായത് കുറെ ഒരു 3-4 ഫേസ് ഉണ്ട്, അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട. പക്ഷെ അതിങ്ങനെ ഡിസപ്പിയർ ആയത് പോവും. ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രഷർ നോട്ട് ചെയ്യേണ്ടത്. ഏത് പോയിന്റിലാണ് അപ്പിയർ ചെയ്യുന്നതും ഏത് പോയിന്റിലാണ് ഡിസപ്പിയർ ചെയ്യുന്നതും. അപ്പിയർ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും, ഡിസപ്പിയർ ചെയ്യുന്ന പോയിന്റ് ആണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും. Quickly open the thumb screw all the way to release the air and deflate the cuff completely. സ്റ്റെതസ്കോപ്പ് ഇന്റെ ഇയർ പീസ് ഇയറിലും ബ്രേക്കിയൽ ആർട്ടറിയിലും കയ്യിലെ പിന്നെ എൽബോന്റെ ഫ്രണ്ടിലായിട്ടുള്ള പിന്നെ ആണ് ഇതുണ്ടാവുക. ഇവിടെ ഏകദേശം ഇവിടെയാണ് ഇതുണ്ടാവുക,
ബ്രേക്കിയൽ ആർട്ടറിയിൽ ഇവിടെയാണ് വെക്കേണ്ടത്. ബ്രേക്കിയൽ ആർട്ടറിന്റെ മുകളിലാണ് വെക്കേണ്ടത്. അവിടുന്നാണ് നമ്മൾ സൗണ്ട് കേക്ക് ഒക്കെ ചെയ്യുന്നത്. ഈ സൗണ്ടിന് പറയുന്ന പേരാണ് കൊറോക്കോഫ് സൗണ്ട്. KOROTKOFF, കൊറോക്കോഫ്. ടി സൈലന്റ് ആണ്. കൊറോക്കോഫ് സൗണ്ട്. These are the rhythmic tapping sound heard while taking the BP as the arterial wall descends under the compression of the cuff. This sound appear and disappear as the blood pressure cuff is inflated and deflated. Okay? Korokov sound. കഫ് ഡീഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എയർ എന്ത് ചെയ്യും? സ്ലോലി റിമൂവ്ഡ് ഫ്രം ദ കഫ് ആൻഡ് പിന്നെ ഈ സൗണ്ട് നമുക്ക് ഓഡിബിൾ ആവും. 5 ഫേസസ് ഉണ്ട് ഈ കഫിന്, ഈ സൗണ്ടിന്, കൊറോക്കോഫ് സൗണ്ടിന്. അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തത് മാത്രം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഓക്കെ. സോ ഇത് എങ്ങനെയാണ് സൗണ്ട് ഇല്ലാത്ത സമയത്ത് എവിടെയാണ് വരുന്നത്, പിന്നെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഒക്കെ സൗണ്ട് ഡിസപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്, കൊറോക്കോഫ് സൗണ്ട് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിരിക്കുക. നോ സൗണ്ട് 1, സൗണ്ട് ഫസ്റ്റ് ഹിയർ ചെയ്യുന്ന സമയം 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിഗ്രി വിച്ച് ബ്രേക്കിയൽ ആർട്ടറി ഈസ് ഓപ്പൺഡ് ഡ്യൂറിങ് ദി സിസ്റ്റോളിയിലും ഡയസ്റ്റോളിയിലും എങ്ങനെയാണ് ബ്രേക്കിയൽ ആർട്ടറിന്റെ അവസ്ഥ എന്നുള്ളതുമാണ് ഈ റൗണ്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ചിത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിമൂവ് ദി കഫ് ഫ്രം ദ പേഷ്യൻസ് ആം, ക്ലീൻ ദ ഇയർ പീസ് ആൻഡ് ഡയഫ്രം ബെൽ ഓഫ് ദ സ്റ്റെതസ്കോപ്പ് വിത്ത് ആൽക്കഹോൾ വൈപ്പ്. ഓരോ പേഷ്യന്റിനെയും, വിദേശത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഓരോ പേഷ്യന്റിനെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും? നമ്മൾ ഒക്കെ റിമൂവ് പിന്നെ ക്ലീൻ ചെയ്യും. ഇവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും സ്റ്റെതസ്കോപ്പ് ഒരു പേഷ്യന്റിന്റെ മുകളിൽ മേലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആൽക്കഹോൾ വൈപ്പ് ഇട്ടിട്ട് തുടക്കണേ? ഞാൻ കണ്ടില്ല. പെർഫോം ഹാൻഡ് ഹൈജീൻ. പക്ഷെ പുറത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഓരോ പേഷ്യന്റിന് കഴിയുന്ന സമയത്ത് ഒന്നുകിൽ ഡിസ്പോസിബിൾ കവർ അതിന്റെ മുകളിൽ വെക്കും, ഇയർ പീസിന്റെ മുകളിലും ഇതിന്റെ മുകളിലും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽക്കഹോൾ വൈപ്പ് ഇട്ടിട്ട് തുടയ്ക്കും. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പേഷ്യന്റിനെയും തൊട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ BP മെഷർ ചെയ്യും, എന്താ പറയാ, ഹാൻഡ് വാഷ് ചെയ്യും. ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ടോ. വിസിബിളി ഡേർട്ടി ആണെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഇത് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടും ആഫ്റ്റർ ഈച്ച് പേഷ്യന്റിന് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഈച്ച് പേഷ്യന്റ് ചെയ്യും. And document the patient's BP as a fraction into the patient's medical record, making a note of which arm is used and the patient's position. അങ്ങനെ നമ്മൾ ഇത് ഡോക്യുമെന്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. 20 സ്റ്റെപ്പ് ഉണ്ട് മക്കളെ. വളരെ എളുപ്പം, ആലോചിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. സോ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ബ്രേക്കിയൽ ആർട്ടറിയിൽ കഫ് പ്രഷർ ഈസ് ഇൻഫ്ലേറ്റഡ് എബോവ് ദ സിസ്റ്റോളിക് പ്രഷർ, നോ പൾസ് സൗണ്ട് ഹിയർഡ്, സൗണ്ട് ഒന്നുമില്ല. ബ്രേക്കിയൽ ആർട്ടറി ഒക്ലൂഡഡ് ബൈ ദ കഫ്, അതായത് ഈ പ്രഷർ കൂടിയ സമയത്ത് ബ്രേക്കിയൽ ആർട്ടറി കണ്ടോ ഒക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഇങ്ങോട്ട് വരുന്നില്ല, അത് അങ്ങോട്ട് പിടിച്ചു വെച്ചു. നിങ്ങൾ ചിത്രം കാണുന്നില്ലേ? ചിത്രത്തിൽ അവിടെ നോക്കിയാ കാണുന്നുണ്ടോ? മിസ് കേസർ കാണുന്നുണ്ടോ മിസ്സിന്റെ? ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ കഫുള്ള ഭാഗത്തേക്ക് എന്തില്ല, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല. പ്രഷർ ഇൻ ദ കഫ് ഈസ് റിലീസ്ഡ് ടു ബിലോ സിസ്റ്റോളിക് ബട്ട് ഹയർ ദാൻ ദ ഡയസ്റ്റോളിക്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നത്? സൗണ്ട് ഹിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്ത സമയത്ത് എന്തായി? ബ്ലഡ് ഇതിലൂടെ ഈ കഫ് ലൂസാക്കി കൊടുക്കാൻ ഡീഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൂസാക്കി കൊടുത്തപ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ. ബ്ലഡ് spurs into the constricted artery. Then pressure in the cuff is below diastolic pressure. ഇതിങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഫ്ലോസ് ഫ്രീലി. സാധാരണ പോലെ ഇതിലുള്ള പ്രഷർ ഡയസ്റ്റോളിക് പ്രഷറിനേക്കാളും കുറഞ്ഞ സമയത്ത് എന്തായി? ബ്ലഡ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് നമ്മളെ മെർക്കുരിയൽ ഇതിൽ എങ്ങനെയാണ് ഉള്ളത്? ഇതിന്റെ നോ സൗണ്ട് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. ആർട്ടറി സൗണ്ട്സ് ഹിയർഡ്, artery is opening and closing, no sound, artery is open. Okay,
then alteration in blood pressure. ബ്ലഡ് പ്രഷറിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ? എങ്ങനെയാ മാറ്റങ്ങൾ സംഭവിക്കണേ? ബ്ലഡ് പ്രഷർ കൂടുതലാവാം, കുറയാം അല്ലെ? ബിനൈൻ സ്ലോ ഓൺസെറ്റ് എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ വിത്തൗട്ട് സിംറ്റംസ്. വേറെ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനെ ബിനൈൻ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയാ. എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാല് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഓഫ് അൺനോൺ കോസ്, ഒരു പിന്നെ അറിയപ്പെടാത്ത കാരണത്താല് ഉണ്ടാവുന്നതിനാണ് എന്ത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാല്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാല് കണ്ടീഷൻ വിച്ച് പേഷ്യൻസ് ബ്ലഡ് പ്രഷർ ഇസ് കൺസിസ്റ്റന്റ്ലി എബോവ് ദ നോർമൽ ഓഫ് ദാറ്റ് പേഷ്യൻസ് ഏജ് ഗ്രൂപ്പ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് 120/80 ആണെങ്കിലും ചെറിയ കുട്ടികൾക്ക് അതിനേക്കാളും കുറവായിരിക്കും. ഏജ് കൂടുതലുള്ള ആൾക്കാർക്ക് അപ്പൊ പിന്നെ ഒരു 60-70 ഏജുള്ള ആൾക്കാർക്ക് 130/90 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ 90ന്റെ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊരു ഹൈപ്പർ ടെൻഷൻ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടൂല, അവർക്ക് മരുന്നൊന്നും കൊടുക്കൂല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ദെൻ ഹൈപ്പോടെൻഷൻ കണ്ടീഷൻ ഓഫ് അബ്നോർമലി ലോ ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പർ കൂടുതൽ, ഹൈപ്പോ ഡൗൺ. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ മാത്രമല്ല, ടെമ്പറേച്ചർ, പൾസ് ഒക്കെ കൂടിയതാണ് എന്ത് വൈറ്റൽ സൈൻസ്. വൺ ഓഫ് ദ വൈറ്റൽ സൈൻ ആണ് എന്ത് ബ്ലഡ് പ്രഷർ. സോ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലി എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ എന്താണെന്നും അതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയയും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ ഓൺ ടൈം. എനി ഡൗട്ട്സ്? ബ്ലഡ് പ്രഷറെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് വാസ് വെരി ക്വിക്ക്. PDF വാട്സാപ്പ് സെൻഡ് ചെയ്തേ. PDF ഷെയർ ചെയ്യാം. ഷുവർ, PDF ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം, പഠിക്കാം. ഈ പ്രൊസീജിയർ 1 to 20 അത് നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ അതൊക്കെ ഇപ്പൊ തന്നെ പഠിക്കാൻ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാലും മതിയാവും. പക്ഷെ ഇത് ഇറ്റ്സ് വെരി സിമ്പിൾ ലാംഗ്വേജ് ആണ്. നിങ്ങളെ ലാംഗ്വേജിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ.